ഇന്ത്യയിൽ നിന്ന് ഏകദേശം 75,000-അടുത്തോളം ഇന്ത്യക്കാരെ ഇപ്പോൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം ലേബറായിട്ട് പോയവരുടെ എണ്ണം ഇപ്പോൾ കൂടുവാണ്. കൂടുതൽ ആൾക്കാർ, കാരണം അവർ കംപ്ലീറ്റ് ആയിട്ട് ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളവർ ഒഴിവാക്കി മുഴുവൻ ഇന്ത്യക്കാരെയാണ് എടുക്കുന്നത്. കേരളത്തിൽ നിന്ന് ശരിക്കും പോയിട്ടുണ്ട് അവിടെ ജോലി ചെയ്യാൻ. അപ്പം ഈ അന്നം കൊടുക്കുന്ന നാട് എന്ന മിഡിൽ ഈസ്റ്റിനെ നമ്മൾ പറയുന്ന അതേ സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ മുസ്ലിംസിന് എത്രമാത്രം പ്രത്യേകിച്ച് പറയാവുന്ന സ്ഥലമാണ് മെക്ക, മദീന, അറേബ്യൻ രാജ്യങ്ങൾ, അറബ് സംസാരിക്കുന്നവരും. അതേപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ അവരുടെ ഹോളി പ്ലേസ് ആണ് ജെറുസലേം. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയോടും ഇസ്രായേലി ഗവൺമെൻറ്റിനോടും അമേരിക്കൻ ഗവൺമെൻറ്റിനോടും ക്രിസ്ത്യൻസിനൊരു താല്പര്യമുണ്ട്. അത് മനസ്സിലാക്കുക ആദ്യം. അപ്പം അതിൻ്റെ പേരിൽ മുനമ്പ് ഇഷ്യൂവായിട്ട് ഈ മറ്റുള്ള പല ഇഷ്യൂ കൂടെ കയറി കത്തി വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ വലിയ വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് എന്തിനാണ് ഈ മുസ്ലിം ലീഗും അതേപോലുള്ള UDF വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും ഭരിക്കുന്നത്. 5 മന്ത്രി അല്ലെങ്കിൽ 6 മന്ത്രി അവരാണ് എല്ലായിടത്തും തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം അവരാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെന്തിനാ വോട്ട് ചെയ്യുന്നത്? പിന്നെന്തിനാ UDFനും കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത്? ബേസിക്കലി ഈ ദക്ഷിണ കേരളത്തിൽ, അതായത് തൃശ്ശൂർ കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഭാഗത്തെ, പ്രത്യേകിച്ച് മലയോര മേഖല, മലബാർ സൈഡ് എടുക്കുവാണെങ്കിൽ ഇവരെല്ലാം ബേസിക്കലി ഒരു കോൺഗ്രസ്സുകാരാണ്. ബേസിക്കലി കേരളത്തിലെ ക്രൈസ്തവർ പണ്ട് മുതലേ